നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്ന് വന്നിട്ട് കോടിയിൽ വരുന്ന മിക അർബുദമായ ഒരു ദിവസം. എന്താന്ന് വെച്ചാല് അത്രയ്ക്കും അർബുദമായ എല്ലാ അയപ്പുകളും ഒന്നിച്ചു ചേർന്ന് വരുന്ന ഒരു നാളാണ് ഇന്ന് 7/7/2026. ഓരോ മാസത്തിൽ വന്നിട്ടും ഇങ്ങനെയുള്ള ദേവതാ നമ്പർ വരുന്ന നാളുകളില് സിറപ്പാന രീതിയിൽ നമ്മൾ വഴിപാട് ചെയ്തു വരുന്നുണ്ട്. ആ വകയില് ഇന്ന് 777 777 ഇവ ചേർന്ന് വരുന്ന ഒരു നാള്. ഇന്ന് 7ാമത് മാസത്തോടെ 7ാമത് നാള്. ഇന്നത്തെ ദിവസം രാത്രി നിങ്ങള് 7 മണിക്ക് ഒരു കുറിപ്പിട്ട വാക്യം എഴുതുമ്പോൾ നിങ്ങളുടെ നീണ്ട നാളായിട്ട് നിറവേറാത്ത ആശകള്, ആഗ്രഹങ്ങള്, ആവശ്യങ്ങള്, ഡ്രീംസ് ഏതായിരുന്നാലും അത് വന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിറവേറി കിട്ടും. നമ്മുടെ ചാനലിൽ വന്നിട്ട് ഒരുപാട് നമ്പറിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ പേർ നോക്കിയത് ഏതാന്ന് വെച്ചാല് 369 ടെസ്ല മാനിഫെസ്റ്റേഷൻ കോഡാണ്. ഈ 369 എന്ന നമ്പറിനിരിക്കുന്ന കഴിവ്, അതായത് ആ ഭാഗ്യം വന്നിട്ട് വേറെ ഒരു നമ്പറിനും അത്രയ്ക്കും ശക്തി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഓരോരോ നമ്പറിനെ എടുത്താലും അതിൻ്റെതായ ഓരോരോ തനിയ ശക്തി അതിന് ഇരിപ്പുണ്ട്. ഈ 777 എന്നതോ ഇല്ലെങ്കിൽ 7777 4 ഏഴുകൾ ചേർന്ന് വരുന്നതോ അങ്ങനെയുള്ള നമ്പർ വന്നിട്ട് അടിക്കടി ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അത് നമുക്ക് എന്താണ് തരുന്നത് എന്ന് നോക്കിയാല് ഒരു മുഴുവൻ, അതായത് ഒരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് എല്ലാം കിട്ടി എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അത് നമുക്ക് തരുന്നത്. നിങ്ങൾ കൊടുക്കുന്ന, അതായത് നമ്മുടെ ഉഴപ്പിനനുസരിച്ച് അതിൽ നിന്നും നമുക്ക് റിസൾട്ട് കിട്ടുന്നു എന്നതാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, നമുക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള ഫലം ഏറ്റുവാങ്ങാൻ റെഡിയായിരുന്നോളൂ എന്നതിനുള്ള ഒരു സൂചന. അളവതിഞ്ഞ, അതായത് നമുക്ക് അൺകൗണ്ടബിൾ ആയിട്ടുള്ള അധിഷ്ഠം നമ്മളിടം വന്നു ചേരാൻ പോകുന്നു എന്നതിനുള്ള ഒരു സൂചനയാണിത്. അതുപോലെ തന്നെ ഈ നമ്പർ ഏത് ഗ്രഹത്തിന് ഒരുങ്ങിയ നമ്പർ എന്ന് നോക്കിയാല് കേതു ഭഗവാനിക്ക് ഒരുങ്ങിയ ഒരു നമ്പറാണ് 7. സോ ജ്ഞാനം, പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം, അതിന് അപ്പുറം വന്ന് നോക്കിയാല് ദൈവത്തിനോടുള്ള നമ്മുടെ അപ്രോച്ച്, ഇതെല്ലാം ഈ നാളിൽ നമ്മൾ വെച്ചു കഴിഞ്ഞാല് ദൈവത്തിൻ്റെ നിന്നും നമുക്കെല്ലാം കിട്ടുന്നതാണ്. നമ്മൾ ശരിയായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഇത് നമുക്ക് എപ്പോഴും മനസ്സിലാക്കി തന്നിട്ടേ ഇരിക്കും. ഇപ്പോ 7 എന്നൊരു നമ്പര് മറ്റുള്ള ഇതിനെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാല് എല്ലാ മതത്തിലും ഏതെങ്കിലും ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ് 7. ഇപ്പൊ നമ്മൾ ഹിന്ദു ആത്മീയത്തില് എടുത്താല് ഈ 7 എന്നത് നിറയെ വിഷയങ്ങൾ നമ്മളെ ചുറ്റിയേ ഇരിക്കുന്നുണ്ട്. അതിനാലെയാണ് യൂണിവേഴ്സെ വന്നിട്ട് ഈ നമ്പർ വെച്ചിട്ടുള്ള ഇതില് ഭയങ്കരമായിട്ട് നമ്മളെ സാധാരണ മനുഷ്യരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോ പ്രപഞ്ചം നമ്മളോട് സംസാരിക്കണമെന്ന് വെച്ചാൽ അത് വന്ന് വായു തുറന്നൊന്നും നമ്മൾ കൂടെ സംസാരിക്കില്ല. ഇതുപോലെ ചില നമ്പര്, ചില വാർത്തകള്, അതെല്ലാം നമ്മുടെ കണ്ണ് കൊണ്ട് നമ്മൾ വീണ്ടും നമ്മളെ കണ്ണിൽ കാണുമ്പോൾ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ കുറച്ച് അവയർനെസ്സോടെ ഇരുന്നോളുക, നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വിശ്വാസം വെച്ചോളുക. അങ്ങനെ ഒരു ചില കുറിപ്പുകൾ വന്നിട്ട് ഈ പ്രപഞ്ചം നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ ഒന്ന് താന് ഈ 777 എന്ന നമ്പര്. ഇപ്പോ 7 എന്നെടുത്താല് സപ്തമാതൃക്കൾ 7, അതുപോലെ തന്നെ സപ്ത ഋഷികൾ 7 പേര്, അതുപോലെ തന്നെ സപ്തപുരികൾ എന്ന് പുരിതമാന 7 നഗരങ്ങൾ ഇരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അയോധ്യ, കാശി, കാഞ്ചീപുരം, അവയെല്ലാം. നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ചക്രങ്ങൾ 7 മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, മനാദനം, വിശുദ്ധി, ആജ്ഞ, അങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ടേ പോകാവുന്നതാണ്. അതുപോലെ തന്നെ 7 സ്വരങ്ങള്, 7 നാൾക്കള്, ദെൻ 7 കോണ്ടിനെന്റ്സ് ഓഫ് ദി വേൾഡ്. മാത്രമല്ല തിരുപ്പതി പെരുമാളെ നമ്മള് 7 മലയാൻ എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 7 ലോകങ്ങൾ എന്ന് നമ്മൾ പറയും. മേലെ ഇരിക്കുന്ന ഉലകം 7, അതുപോലെ തന്നെ കീഴേ ഇരിക്കുന്നത് 7. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സത്തുക്കള്, ദാറ്റ് മീൻസ് മിനറൽസ്, ധാതുക്കൾ വന്നിട്ട് 7 വകയിലിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
മഴവില്ലിന് 7 നിറങ്ങള്. ബൈബിളിൽ എടുത്ത് നോക്കിയാല് എത്ര നാളുകൊണ്ടാണ് നമ്മുടെ ലോകം പടുത്തുയർത്തിയെന്ന് ചോദിച്ചാല് അതിൽ എഴുതിയിട്ടുണ്ട് 7 നാളുകൾ കൊണ്ടെന്ന്. സോ ഇത്രയും വിഷയങ്ങള് 7 എന്ന നമ്പർ കൊണ്ട് பயன்படுത്തിയിരിക്കുന്നു. ഇത് നമ്മളുടെ ജീവിതത്തില് തുടർച്ചയായി വന്നിട്ടേയിരിക്കുന്നു. ശരി, ഇതെല്ലാം കറക്റ്റ് തന്നെ. ഇനി വലിച്ചു നീട്ടിക്കൊണ്ട് പോകാതെ നിങ്ങൾ എന്താണ് ഇന്ന് ചെയ്യേണ്ടത് എന്ന് പറയൂ. അങ്ങനെ മനസ്സിൽ കരുതുന്ന ഒത്തിരി പേരുണ്ടാവാം. ഇനി വന്നോളൂ, ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇന്ന് രാത്രി 7 മണിക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. ഒരു പേപ്പറും ഒരു പേനയും എടുത്തോളുക. അത് നോട്ട്ബുക്ക് ആയാലും മതി. പിന്നെ ഇത് എഴുതുന്നതിന് മുന്നേ നിങ്ങൾ കുളിക്കണോ, ഇതിൽ എന്തെങ്കിലും കെട്ടുപാടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന് വന്നിട്ട് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. പീരീഡ്സ് ടൈമിൽ ചെയ്യാം, ബലവാലായ്മയോ നോൺ വെജ് കഴിച്ചിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒന്നും പ്രശ്നമില്ല. ഞാൻ വന്നിട്ട് നമ്മുടെ ചാനലിൽ പല പതിവിലും ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് വന്നിട്ട് നമ്മൾ പ്രപഞ്ചത്തിനോട് കൊടുക്കുന്ന ഒരു ആദരവായിട്ട്. ശരിയാ, നമുക്കും പ്രപഞ്ചത്തിന് ഒരുക്കുന്ന ഒരു തുടർവ്. നമ്മുടെ ചാനലിൽ പതിവായിട്ട് ഫോളോ ചെയ്ത് വരുന്നവരുടെ കയ്യിൽ മാനിഫെസ്റ്റേഷൻ നോട്ട് ഇരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നോട്ടോ ഇല്ലെങ്കിൽ ഒരു പേപ്പറിലോ എഴുതിക്കോളുക. ഓരോരോ മാസത്തിലും നമ്മൾ ഇതുപോലെ ഓരോ നമ്പറുകളും ദേവതാവശ്യ നമ്പർ വരുമ്പോഴും അതുപോലെ ഞാൻ എഴുതാൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇരിക്കുന്ന ആഗ്രഹങ്ങൾ നിറവേറാനായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. 369 ഞാൻ ഓൾറെഡി പറഞ്ഞു, ടെസ്ല മാനിഫെസ്റ്റേഷൻ കോഡ് നമ്മുടെ ചാനലിൽ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. സോ നിങ്ങൾക്ക് വന്നിട്ട് അതും பயன்படுത്താവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആവശ്യം അത് നിങ്ങൾ ഒരുപാട് നാളായി ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല, അത് തടസ്സപ്പെട്ടിട്ടേ ഇരിക്കുന്നു. അങ്ങനെ വിചാരിക്കുന്ന ഒരേ ഒരു കാര്യത്തെ മാത്രം നിങ്ങൾ പിക്ക് ചെയ്തെടുത്തോളുക. ഒരാൾ വന്നിട്ട് ഒരു കാര്യത്തെ, ഒരു വിഷയത്തെ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് 1 നമ്പർ ഇട്ടിട്ട്, ഇപ്പൊ കല്യാണം ആണെങ്കിൽ കല്യാണം, പിന്നെ വിജയം അങ്ങനെ എഴുതാം നിങ്ങൾക്ക്. കല്യാണം എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് വിജയം എന്ന് എഴുതാം നിങ്ങൾക്ക്. അതുപോലെ നല്ല ജോലി കിട്ടണം, അത് ഗവൺമെന്റ് ജോലി കിട്ടണം. അങ്ങനെ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ എഴുതിക്കോളുക. ഭർത്താവിന്റെ സ്നേഹം, ഭാര്യയുടെ സ്നേഹം, നല്ല വീട്, സാമ്പത്തിക നില, എന്ത് വേണോ നിങ്ങളുടെ ആവശ്യം എന്തായാലും അത് ഒരേ ഒരു ആവശ്യം നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോളുക. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നതിന് ശേഷം 7 തവണ 7 നമ്പർ ഇട്ട് ഇങ്ങനെ എഴുതിയിട്ട് താഴെ വന്നിട്ട് നിങ്ങൾ പ്രപഞ്ചത്തിന് നന്ദി, അതായത് താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതിക്കോളുക. ടൈം അറിയാമല്ലോ, 7 PM. ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ വയസ്സായവരെന്നോ കുട്ടികളെന്നോ അങ്ങനെ ഒന്നുമില്ല. ഇത് ആർക്ക് വേണമെങ്കിലും എഴുതാവുന്നതാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലിരുന്ന് ജോലിയുള്ളവര് ആർക്ക് വേണമെങ്കിലും ഈ വഴി പിൻപെടാവുന്നതാണ്. അങ്ങനെയല്ല, വയസ്സായവരാണ്, എഴുതാൻ അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഇത് ചൊല്ലാവുന്നതാണ്, ഉച്ചരിக்கலாம். 7 ടൈംസ് 7 മുറ നിങ്ങൾ ഇത് പറഞ്ഞാലേ പോതും. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ കല്യാണം എന്നിട്ട് ഹൈഫൻ ഇട്ടിട്ട് വിജയം, അത് ആദ്യം കല്യാണം 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 എന്ന് താഴോട്ട് എഴുതി പോകരുത്. കല്യാണം അതിന് വിജയം. ഇപ്പം നമ്മൾ ഏതൊരു സംരംഭത്തിന് ഇറങ്ങുമ്പോഴും അതിപ്പം കല്യാണമായാലും നമുക്കൊരു ജോലി ആയാലും നമ്മുടെ ഒരു പഠനമായാലും അത് വിജയത്തിൽ കൊണ്ടുപോകണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം. അത് മനസ്സിലാക്കിക്കൊള്ളുക, ഒന്നിച്ചങ്ങ് എഴുതുക. ശരിയാ, തീർച്ചയായും അത് വന്നിട്ട് നിങ്ങൾക്ക് കൈ കൊടുക്കും. ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം ദേവതാവശ്യ നാൾ അത്രയ്ക്കും അർപ്പുതமான ഒരു നാളായതിനാല് ആരും മിസ് ചെയ്യരുതേ. ചൊവ്വാഴ്ചയാണ് വന്നിരിക്കുന്നത്. അതിനാലെ മുരുക ഭക്തരാണെങ്കിൽ നിങ്ങൾ മുരുകനെ വേണ്ടിക്കിട്ട് ചെയ്തോളുക. സോ ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഈ നോട്ട് വന്നിട്ട് ഒരു ബുക്ക് ഫുള്ളായി കുറെ ബുക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം പേപ്പർ കടയിൽ വിൽക്കാമോ എന്നും ഒരു ചില പേര് എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. കാരണം ഇങ്ങനെയുള്ള വാർത്തകൾ വന്നിട്ട്, കോഴ്സൊക്കെ വന്നിട്ട് നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിച്ച് നമുക്ക് നല്ല അനുഭവങ്ങൾ തന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയർച്ചയിലെത്തിക്കാൻ സഹായിച്ച ഈ നോട്ട് വന്നിട്ട് ഭദ്രമായിട്ട് എവിടെയെങ്കിലും വീട്ടില് ബ്യൂറോയിൽ എവിടെയെങ്കിലും വെച്ചോളുക. ശരിയാ, തീർച്ചയായും നിങ്ങൾക്ക് ജീവിതം മുഴുവനും ഈ ഒരു വാർത്തയാലെ, ഈ ഒരു നോട്ട് ബുക്ക്, പല പല മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്യുന്ന നോട്ട് ബുക്ക് അല്ലെ നിങ്ങൾക്ക് നല്ലൊരു പുത്തുണർച്ചി വന്നു കൊണ്ടുതരും. സമാധാനവും സന്തോഷവും കിട്ടും. നിങ്ങൾ എഴുതിയ നോട്ട് തന്നെ കുറെ ദിവസം കഴിഞ്ഞ് നിങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഉണർവുണ്ടാകും. സോ ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇത് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അത് മാത്രമല്ല ഇതിൽ ഹൈപ്പ് എന്നൊരു ബട്ടൺ ഉണ്ട്, അതിൽ കൂടെ ഒന്ന് അമർത്തി അയക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.